ഈ പിള്ളയാണ് ഗൈസ് ഇവരുടെ ഫേവറേറ്റ് സ്പോട്ട്. ഇതേ കണ്ടില്ല, രണ്ടുപേരും ഉറങ്ങാനായിട്ട് റെഡിയായി. ബാ നിന്റെ ബെഡ്റൂമിലാക്കാം. എൻ്റെ വീട്ടിലുള്ള ഹാഫ് സാധനങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എന്താണ്, ഉറക്കമൊന്നുമില്ല? ബാബുന് ഉറക്കമില്ല? അയ്യോ കടിക്കില്ല. നമുക്കപ്പോൾ ഒരു വെറൈറ്റി അൺബോക്സിംഗ് തന്നെ ആക്കാം. ആദ്യം ഏറ്റവും വലിയ സാധനം ഇതെന്താണെന്ന് നോക്കാം. രണ്ടുപേരും വന്നു. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഓഫീസിലേക്ക് പോവാണ്. രാവിലെ 6:15. ആക്ച്വലി ഞാൻ വിചാരിച്ചു വൈകുന്നേരം വന്നിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന്. ബട്ട് എന്താണ്, ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ തോന്നിയില്ല. ആക്ച്വലി പുറത്ത് നല്ല മഴക്കോളാണ്. എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് എപ്പോഴും ഇതുപോലത്തെ ക്ലൈമറ്റ് കാണുമ്പോഴത്തേക്കും ലോങ് ഡ്രൈവിന്റെ ഫീലാണ് വരുന്നത്. പണ്ട് ലോങ് റൈഡ് ആയിരുന്നു, ഇപ്പൊ ലോങ് ഡ്രൈവ് ആയി. 2000 years later. പുറത്ത് അടിപൊളി മഴയാണ് ഗൈസ്, കണ്ടില്ലേ? അടിപൊളി. എന്താടാ നിലവിളിക്കണേ? ഭക്ഷണമൊക്കെ തന്നില്ലായിരുന്നോ? എല്ലാം തന്നിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം തീർത്താ? ഞാനങ്ങനെ ഓഫീസിൽ തിരിച്ച് വീട്ടിലെത്തി. ഇടയ്ക്കുള്ള വിഷ്വൽസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ട്രാഫിക് ജാം ആയിരുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആവാതെ ഓഫീസിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി. രാവിലെ 4 മണിക്ക് എണീറ്റാണ്, കുറച്ച് ടയർഡാണ്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങണം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അക്വേറിയത്തിന്റെ കൊലം കണ്ടോ ഗൈസ്? ആക്ച്വലി ഡള്ളാണ്. കുറേ നാളുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അക്വേറിയത്തിനെ കിടുവാക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ഞാൻ ഒത്തിരി സാധനങ്ങൾ ഈ അക്വേറിയത്തിനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തതിൽ ഹാഫ് സാധനം എന്താ ആമസോണിൽ നിന്ന് വന്നു, എല്ലാം ഇവിടെയുണ്ട്. ഞാൻ തന്നെ മറന്നു. ആക്ച്വലി കുറച്ച് സാധനങ്ങളൊക്കെ ഒരാഴ്ച മുമ്പേ ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഏതൊക്കെ സാധനങ്ങളാണ് വന്നതെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അക്വേറിയം മൊത്തം ഒന്ന് റീവാമ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ വലിയ വലിയ സ്റ്റോണ്, പിന്നെ കുറേ എയർ ഫിൽറ്റേഴ്സ്, എയർ സ്റ്റോണ്, എയർ പമ്പ്, ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്ന എന്താണെന്ന് നോക്കാം, നിങ്ങളെയും കാണിച്ചു തരാം. നമുക്കപ്പോൾ ഒരു വെറൈറ്റി അൺബോക്സിംഗ് തന്നെ ആക്കാം. ആദ്യം ഏറ്റവും വലിയ സാധനം ഇതെന്താണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് എയർ പമ്പാണെന്ന്. തുറക്കാനായിട്ട് കത്തിയില്ല ഗൈസ്. തൽക്കാലത്തേക്ക് നമുക്ക് താക്കോൽ ഉപയോഗിക്കാം. ബൈക്കിൻ്റെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ടാങ്ക് നല്ല വലുതാണ്. അപ്പോഴത്തേക്കും എന്താ പറയുക, നല്ലൊരു പവർഫുൾ എയർ പമ്പ് തന്നെ വേണം. അതാണ് ഞാൻ സോബോയുടെ 4 വാൽവുള്ള പമ്പ് ഓർഡർ ചെയ്തത്. അപ്പോൾ നോക്കാം, നമുക്ക് തുറന്ന് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. എല്ലാം ആമസോണിൽ നിന്നാണ്. എൻ്റെ വീട്ടിലുള്ള ഹാഫ് സാധനങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതാണ് സാധനം ഗൈസ്. ഈ സെയിം പമ്പ് എന്തെങ്കിലും ഉണ്ട്. ഇതാ സോബോയുടെ അക്വേറിയം എയർ പമ്പ്. ആക്ച്വലി എയർ പമ്പ് നല്ലതാണ് കേട്ടോ. ഇതിന് മുമ്പും ഞാൻ ഒരു തവണ ഈ സോബോയുടെ എയർ പമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു എയർ പമ്പിൽ ഇത്രയും വലിയ ടാങ്ക് ഇരിക്കില്ല. അപ്പോൾ അതാണ് ഒന്നുകൂടെ വാങ്ങിച്ചത്. ഇവിടെ കൺട്രോളർ ഉണ്ട്, ഇത് വെച്ച് എയർ കൺട്രോൾ ചെയ്യാം. 4 വാൽവ് ഉണ്ട്. ഇതൊന്ന് നോയ്സും കുറവാണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇതിൻ്റെ ആമസോൺ പ്രൈസും റീസണബിൾ ആണ്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ 1200 രൂപയായിരുന്നു ഇതിന്. അപ്പോൾ ടാങ്ക് എന്തായാലും സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ വളരെയധികം ആവശ്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ അക്വേറിയം ഉണ്ട്, ഒരു നല്ല എയർ പമ്പ് നോക്കുകയാണെങ്കിൽ സോബോയുടെ എയർ പമ്പ് വാങ്ങാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് എന്താണെന്ന്. ആക്ച്വലി ഞാൻ ഒത്തിരി കാര്യം വാങ്ങിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട്. സെറ്റ് ചെയ്ത് കിടുവാക്കാനാണ് പ്ലാൻ. അപ്പോൾ കുറച്ച് സാധനങ്ങളെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ വന്നത് നിങ്ങളെ കാണിച്ചു തരാം, ബാക്കി വരുന്ന ദിവസങ്ങളിൽ കാണിക്കാം. അടുത്തത് ഇതാണ് ഗൈസ്. ഓക്കെ, ഇത് ആൻറ്റി ക്ലോറിൻ ആണ്. കണ്ടില്ലേ? അപ്പം ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിൽ മിക്കവാറും ടാപ്പിൽ വരുന്നത് കാവേരി വാട്ടറാണ്. അപ്പോൾ കാവേരി വാട്ടർ ആക്ച്വലി ക്ലോറിനേറ്റഡ് ആണ്. അപ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫിഷസിന് അത്ര നല്ലതായിരിക്കില്ല. കുറച്ച് എന്താ പറയുക, സ്ട്രെസ് ആവും, മരിക്കാനും സാധ്യതയുണ്ട്. എൻ്റെ ഫിഷസ് ഒത്തിരി അങ്ങനെ പോയി. അതാണ് ഞാൻ 1 ലിറ്ററിൻ്റെ ക്ലോറിൻ വാങ്ങിച്ചത്, ആൻറ്റി ക്ലോറിൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് റീസണബിൾ ആണ്. 200 രൂപയുള്ളൂ. ആമസോണിലുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും ഇതിൻ്റെ ആവശ്യമില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ വെള്ളം മാറ്റുമ്പോഴത്തേക്കും നിങ്ങൾ ടാങ്ക്, ഇപ്പോൾ എന്താണ്, എൻ്റെ വലിയ ടാങ്കാണ്. വലിയ ടാങ്ക് ആണെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ഹാഫ് ഈ ടാങ്കിൽ വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ടാങ്ക് ഇപ്പോൾ എൻ്റെ ടാങ്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എത്ര വലുതാണോ അതിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ വാങ്ങുക. അടിപൊളി സാധനമാണ്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഗൈസ്, കാറിൻ്റെയും കുറേ ആക്സസറീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതും വരുന്നതേ ഉള്ളൂ. അത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം റിക്വയർഡ് ഉള്ള ആക്സസറീസ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് വാങ്ങിച്ചു തുടങ്ങിയത്. ഇതും കാണും. ഓക്കെ. ഇത് നമ്മുടെ അക്വേറിയത്തിൻ്റെ എയർ പമ്പിന് യൂസ് ചെയ്യായിട്ടുള്ള പൈപ്പാണ്. എൻ്റെ കുറച്ച് പഴയ പൈപ്പ് ഉണ്ടായിരുന്നു, ബട്ട് കുറച്ച് മെൽറ്റായി. അപ്പോൾ ഇതുകൂടെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, മൊത്തം ടാങ്ക് സെറ്റാക്കാൻ നേരത്ത്. ഇത് ആക്ച്വലി ഞാൻ വന്നപ്പോൾ തന്നെ തുറന്നു നോക്കി. ഇത് ആക്ച്വലി ഒരു എയർ സ്റ്റോൺ ആണ്. എന്ത് വലിയ എയർ സ്റ്റോൺ ആണെന്ന് കണ്ടു. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ. പക്ഷേ ഇതൊരു ഡിഫക്റ്റീവ് പീസാണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് നമ്മുടെ എയർ പൈപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു കണക്ടർ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് പൊട്ടിപ്പോയി, ഡാമേജ് ആയതാണ്. വരുമ്പോൾ പൊട്ടിയതാണോ എന്നറിയില്ല. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അക്വേറിയം സെറ്റ് ചെയ്യാൻ നേരത്ത്
ഏറ്റവും നല്ല എയർ സ്റ്റോൺ ആണിത്. ഇതുപോലെ റൗണ്ടിലായിട്ടുള്ള എയർ സ്റ്റോൺ. അപ്പോൾ അക്വേറിയത്തിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എയർ വരുന്നത് കാണാനൊരു ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ വച്ചിരിക്കുന്നത് നീളത്തിലുള്ള എയർ സ്റ്റോൺ ആണ്. അതത്ര ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി റീപ്ലേസ്മെന്റ് ഇട്ടു ആമസോണിൽ. വരുമ്പം നമുക്ക് സെറ്റ് ആക്കാം. അടുത്തത് ഇത് ആക്ച്വലി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഇതുപോലെ എന്തെങ്കിലും പർച്ചേസ് ക്രെഡിറ്റ് കാർഡ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി പോയിന്റ്സ് അതുണ്ടാവും. അപ്പോൾ ഞാനൊരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തു. അതിൻ്റെ അകത്ത് റിവാർഡ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിവാർഡ് പോയിന്റ്സ് വെച്ച് വാങ്ങിച്ച സാധനമാണ് ഞാനിത്. വലിയ സംഭവമൊന്നുമില്ല ഗൈസ്, ഗോൾഡ് ബിസ്ക്കറ്റ് അല്ല, ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കണ്ടിട്ട്. ഇത് ആക്ച്വലി ഒരു എക്സ്റ്റൻഷൻ കോഡാണ്, പക്ഷെ സംഭവം കിടുവാണ്. ഇതും തുറന്ന് കാണിച്ചു തരാം. ടൈറ്റ് പാക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ലാപ്ടോപ്പും പിന്നെ എന്താ പറയുക മൊബൈലും ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് അടിപൊളി സംഭവമാണ്. നല്ല ബോക്സിലാണ് വന്നിരിക്കുന്നത്, നല്ല ക്വാളിറ്റി ആയിട്ട്. അയ്യോ, ഇതാണ് സാധനം. പവർ പ്ലേ 2 ഫോട്ടോണിക്സിൻ്റെ ആണ്. തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് സംഭവം. ഇവിടെ USB കണക്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഇവിടെ നോർമൽ പ്ലഗ്. ഇതിൻ്റെ ലിങ്ക് കൊടുക്കാനായിട്ടില്ല, അഥവാ ആമസോണിലുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇതിൻ്റെ 600 രൂപ 700 രൂപ ഉള്ളൂ. ആൻഡ് ഏറ്റവും കിടുവാണ്, ഇവിടെ ആക്ച്വലി USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അൺബോക്സിങ് ചെയ്തതിന് ശേഷം ഇത്രമാത്രം ചവറായി ഗൈസ്, ഇതിന് ക്ലീൻ ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ എയർ സ്റ്റോൺ. ഇപ്പോൾ ഇതാണ്, ഇത്രയും വലിയ എയർ സ്റ്റോൺ ആണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിപ്പോവും. അതുമല്ല ഇതിൻ്റെ എയർ വരണ കാണാൻ ഒരു ലുക്കില്ല, കണ്ടില്ലേ? എൻ്റെ ഇവിടെ വരണമുണ്ട്. ഈ എയർ സ്റ്റോൺ ആക്ച്വലി റൗണ്ടാണ്. ഇതിൽ നിന്ന് വരുന്ന എയർ കാണാൻ ഒരു ഭംഗിയില്ലേ? അപ്പോൾ ഇതിനേക്കാളും വലുതാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തത്, വരുമ്പോൾ കാണാം. അതുമല്ല ഞാൻ ഇതിനകത്ത് വയ്ക്കാനായിട്ട് ഒത്തിരി സ്റ്റോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ സ്റ്റോൺസ്. അപ്പോൾ നമുക്ക് നോക്കാൻ വരുമ്പോഴത്തേക്കും മൊത്തം ടാങ്ക് സെറ്റാക്കാനൊരു പ്ലാൻ, അതിൽ ഒത്തിരി മീനെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോഴാണ് നോട്ടീസ്. ഇപ്പം വലിയ റൗഡിയാണ് കേട്ടോ. ഈ പാവത്തിന് കടിച്ചൊരു പരുവമാക്കി. ആക്ച്വലി എൻ്റെ സ്കിന്ന് മുഴുവൻ കണ്ടില്ലേ? ആക്ച്വലി രണ്ടും നല്ല വലുതാണ്. ഇതിന് മുമ്പ് കുഴപ്പമില്ലായിരുന്നു, ഞാൻ വാങ്ങിച്ചപ്പോൾ മുതലേ ഈ ടാങ്കിനകത്ത് ഒരുമിച്ചായിരുന്നു. ഇപ്പം എന്ത് പറ്റിയെന്ന് ഒരു പിടിയില്ല. ഇത് ഈവൻ വന്ന് കടിക്കുകയാണ് എല്ലാത്തിനും. ആക്ച്വലി ഇന്നലെ ടാങ്കിൽ ഓക്സിജൻ കുറച്ച് കുറവായിരുന്നു, അതായിരിക്കും എന്നറിയില്ല. അപ്പോൾ നമുക്ക് മുമ്പ് ഒരു അഗ്രഷൻ കുറയ്ക്കാനായിട്ട് കുറച്ച് ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കാം. എവിടെ ഫിഷ് ഫുഡ്? ഇതാണ് മൊത്തം പെറ്റ്സിൻ്റെ നിലവറ. ഇത് ബേർഡിൻ്റെ ഫുഡാണ്, ഇത് ഫിഷ് ഫുഡ്. അപ്പോൾ ഞാൻ പുതിയ ഫിഷ് ഫുഡ് വാങ്ങിച്ചു. ഇതാണ് ഞാനിപ്പോൾ ചിക്ലറ്റ്സിന് കൊടുക്കുന്ന ഫിഷ് ഫുഡ്. ഇത് കണ്ടില്ല, എല്ലാവരും ഓടി വന്നു. ബാ ബാ. അയ്യോ, നല്ലവണ്ണം കടിച്ചിട്ടുണ്ട്, എൻ്റെ സ്കിന്ന് മുഴുവൻ പോയി. വിശന്നിട്ടാണോ എന്നൊരു പിടിയില്ല, കാരണം ഞാൻ ഫിഷ് ഫുഡ് രാവിലെ ഇട്ട് കൊടുത്തതാണ്. ഇത് ഇപ്പം നോക്കിയപ്പോഴത് അവൻ്റെ സ്കിന്ന് കടിച്ച് കടിച്ച് നശിപ്പിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇതൊരു ഹൈബ്രിഡ് ഫിഷാണ്. അതായത് 2 ഡിഫറെൻറ്റ് ഫിഷിൻ്റെ സ്പീഷീസിനെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയ ഫിഷാണ് ഈ പാരറ്റ് ഫിഷ്. ആള് റൗഡി ആട്ടോ, നല്ല വലുതായി. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ആരും ഇടാൻ പറ്റില്ല, ആ സ്ഥിതിയായി. ഇനിയും വലുതാവും, ഇത്ര വലുതാവും രണ്ടുപേരും. ഇവന്മാർക്കും കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം, ഓടി വരും എല്ലാവരും. ഇപ്പം പുറത്തുള്ളവന്മാരെ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ ഷിമോഗ ട്രിപ്പിലാണ് ലാസ്റ്റ് ഇവന്മാരെ കാണിച്ചത്, പുറത്തിരിക്കുന്ന ബേർഡ്സിനെ കാണിച്ചത്. അതിന് ശേഷം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. 2 പേര് വെടിയിട്ടു. ആ കാണുന്നൊരു ഹീറ്റ് ബൾബാണ്, അതിൻ്റെ കൺട്രോൾ ഞാൻ ഇവിടെ വച്ചിരിക്കുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഓണാവും. ചാടി പുറത്ത് വന്ന് എന്തുണ്ട്, ഓടി വന്നു. എന്തായി? ഇവിടെ ഫിഞ്ചസ് ഉണ്ട്. ഇവന്മാരില്ല, ഞാൻ രാവിലെ ഓഫീസിൽ പോകാനായിട്ട് എണീക്കുമ്പോഴത്തേക്കും നല്ല പാട്ട് പാടും, ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവന്മാരും ഉണ്ട് കൂട്ടിനകത്ത്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോയ ഷിമോഗ ട്രിപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണാം, അടിപൊളി വീഡിയോസ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ സക്രബിലെ എന്ന എലിഫൻറ്റ് ക്യാമ്പിലാണ് പോയത്. അവിടെ എലിഫൻറ്റ് ഇൻട്രാക്ഷൻ അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ ഷിമോഗ കർണാടക എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കുക. 4 വീഡിയോസേ ഉള്ളൂ, 2-3 ദിവസത്തേക്കാണ് പോയത്, പക്ഷേ 4 വീഡിയോ ഉണ്ടായിരുന്നു. 4 വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടും. അതൊരു നല്ല എൻ്റർടൈനിങ് വീഡിയോ ആയിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്ത് വലിയ പാടാണെന്ന്, മൊബൈലിൽ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ ഇത് ഓർഡർ ചെയ്തു, ഈ സാധനം. ഇത് ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ വിൻഷീൽഡ് ഫിക്സ് ചെയ്തിട്ട്
ഇതിൽ നമുക്ക് ഗോപ്രോ ഫിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മൊബൈലും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് നല്ല വൈഡ് വ്യൂ കിട്ടും കാറിനകത്തുള്ള, അതുപോലെ തന്നെ ക്ലാരിറ്റി ആയിരിക്കും. ഇത് മുഴുവൻ ഈ മാസം ഞാൻ ഓർഡർ ചെയ്താണ് ഗൈസ്. ഈ ഐറ്റം ഞാൻ പറഞ്ഞത് ഇതാണ്. ആ എയർ പമ്പ് അക്വേറിയത്തിനകത്ത് വയ്ക്കാനുള്ളത്, നല്ല വലുതാണ്. അപ്പോൾ വരട്ടെ, വന്നിട്ട് നോക്കാം. പിന്നെന്താ, ഞാൻ ഒത്തിരി ആയിട്ടുള്ള ഓർഡർ ചെയ്തു. ഇത് നമ്മൾ ആൻറ്റി ക്ലോറിൻ, പിന്നെ ഇത് എയർ പമ്പ്, ഇത് പിന്നെ ബക്കറ്റ് വേണമായിരുന്നു, പിന്നെ ബേർഡ് ഫുഡ്, ഫിഷ് ഫുഡ്, പിന്നെ സക്ഷൻ കപ്പും പിന്നെ കൺട്രോളേഴ്സും വേണമായിരുന്നു, എയർ കൺട്രോൾ ചെയ്യാനായിട്ട് ടാങ്കിനകത്തുള്ള. പിന്നെ കുറച്ച് പ്ലാൻസ് ഓർഡർ ചെയ്തു, പിന്നെ കുറേ വണ്ടിയുടെ ആക്സസറീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കുറേ നാളത്തെ പ്ലാൻ ആയിരുന്നു ടാങ്ക് നല്ല വർക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഡെയിലി വ്ളോഗ്സ് തുടങ്ങിയപ്പോൾ അതിന് പിന്നിൽ ബിസി ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്യണം, പിന്നെ ഒത്തിരി ഫിഷസും വാങ്ങണം, അതാണ് പ്ലാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളെയും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അക്വേറിയം വീട്ടിൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാം, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഐഡിയ കിട്ടുകയും ചെയ്യും. ഞാൻ ആക്ച്വലി അക്വേറിയത്തിന് മുകളിൽ വെച്ചിരുന്ന പ്ലാന്റ് ഇല്ലേ, അതിനെ അവിടെ നിന്ന് മാറ്റി ഗൈസ്, മാറ്റി ഇതാ ഇങ്ങോട്ടേക്കാക്കി. കാരണം ഇതിൻ്റെ ഗ്രോത്ത് അത്ര പ്രോപ്പറായിട്ട് വരുന്നില്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നീളത്തിൽ വളരും, അതിന് നല്ല ലുക്കല്ലേ. അപ്പോഴത്തേക്കും ഞാൻ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഇതുപോലെ ഒത്തിരി പ്ലാന്റ്സ് വാങ്ങിച്ച് വീട്ടിലൊന്ന് വയ്ക്കാൻ നോക്കുന്നുണ്ട്. വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളവർ ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം. ഞാൻ ഈ ഫീൽഡിൽ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുന്ന ഫീൽഡിൽ പുതിയതാണ്. അപ്പോൾ നല്ല വൃത്തി എങ്ങനെ പ്ലാന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഐഡിയ ഉള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ എനിക്കൊരു ടിപ്സും ആവുമല്ലോ. പുറത്ത് ആക്ച്വലി നല്ല തണുപ്പാണ് ഗൈസ്. ആക്ച്വലി 2 ദിവസമായിട്ട് ബാംഗ്ലൂർ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ സൺ കൊണ്ടുപോകില്ല, വീട്ടിനകത്ത് വയ്ക്കാം. 2 ദിവസം അവരെ പുറത്ത് ഞാൻ കിടത്താറില്ല, കാരണം തണുപ്പാണ്. അപ്പോൾ അവന്മാർക്കും വീട്ടിൻ്റെ അകത്ത് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ വീട്ടിനകത്ത് കൊണ്ടുവരും അവന്മാരെ. അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് ഈ ബ്ലൈൻഡ് താഴെയാക്കാം. എന്താണ് മനസ്സിലായ? അപ്പോൾ ഇതാണ് ഗൈസ് ഇവന്മാരുടെ ബെഡ്റൂം. ഞാൻ എൻ്റെ അകത്ത് ടവലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 രാത്രി അതിനകത്ത് പിടിച്ചിരും, കൂട്ടിറയ്ക്കും. എന്നിട്ട് അതാകുമ്പോൾ രാത്രി ആകുമ്പോൾ ഇവർ കുറച്ച് ചൂട് കിട്ടും വീട്ടിനകത്ത് വയ്ക്കുന്നതുകൊണ്ട്. പുറത്താണെങ്കിൽ തണുപ്പായിരിക്കും, ഇവന്മാരും കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് 2 കൂട്ടിനകത്താക്കാം. വരണ മനസ്സിലായി, ഇത് കാണിച്ചാൽ 2 പേര് ഓടി വന്നോളൂ. വാ വാ വാ. രണ്ട് പേരും വന്നു. ആരാണിത്? ആരാണ്? ചെറുപ്പം മുതൽ കുഞ്ഞായിരുന്ന പോലെ ഞാൻ ഇതിനകത്താക്കിയാണ് ഇവന്മാരെ ഉറക്കാറ്. അപ്പോൾ ഇവന്മാർക്ക് ഇതുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഉറക്കാനായിട്ടാണെന്ന്. ഇപ്പോൾ 2 പേരും ചാടി ഇതിനകത്ത് വന്നോളും. എന്താണ്, ഉറക്കമൊന്നുമില്ല? ബാബുന് ഉറക്കമില്ല? അയ്യോ കടിക്കില്ല. ഉറങ്ങാൻ പോയാ? എന്താണ് അടുത്ത ആളെവിടെ? ബാ. ബബ്ബു 2 പേരും ആള് 2 പേരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. ആക്ച്വലി 1 കൊല്ലം ആയില്ല 2 പേരും ഇപ്പോഴും കുഞ്ഞാണ്. 6-7 മാസമായി 2 പേരും. ഉറങ്ങാം, രാത്രി ഉറങ്ങണ്ടേ? ഉറങ്ങണ്ടേ നിനക്ക്? ഉറങ്ങണ്ടേ? ഉറങ്ങണ്ടേ? ഗുഡ് നൈറ്റ് പറ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശബ്ദം കേട്ട് എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കും. അതുപോലെ നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കും. എന്താണ്? ഇവിടെ വാ. ഭക്ഷണം കഴിച്ചാ? ഉറങ്ങണില്ലേ? എന്താണ്? ക്യാമറ നോക്ക്. ആരാണിത്? ഇവന്മാരുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഗൈസ്. ബട്ട് വിശന്ന് കഴിഞ്ഞാൽ 2 പേരും വയലൻ്റ് ആണ്, പിന്നെ കടിച്ചു പറിക്കും. അപ്പോൾ അടുത്തേക്ക് പോകാനും പാടില്ല. അതുപോലെ ഉറക്കം വന്നു കഴിഞ്ഞാൽ 2 പേരെ കൂട്ടിനകത്താക്കണം, ഇല്ലെങ്കിൽ കടി വരും. ഇപ്പം മാല അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. എന്താണ്? ഉറങ്ങാം. ക്യാമറ നോക്ക്. എല്ലായിടത്തും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഈ പിള്ളയാണ് ഗൈസ് ഇവരുടെ ഫേവറേറ്റ് സ്പോട്ട്. ഇതേ കണ്ടില്ല, 2 പേരും ഉറങ്ങാനായിട്ട് റെഡിയായി. ബാ, നിന്റെ ബെഡ്റൂമിലാക്കാം. വാടാ, ബെഡ്റൂമിലാക്കാം. പിള്ളൊക്കെ ഒരു ഗതിയാക്കി ഇവന്മാരെ പുറത്തിറക്കി വിട്ടതാണ് പ്രശ്നം. മൊത്തം വൃത്തിയിടാക്കും. അപ്പോൾ വാ, ഗുഡ് നൈറ്റ്. 2 പേരും കൂട്ടി കയറിക്കോ. ഗുഡ് നൈറ്റ്. അടച്ചു. ആ പൊട്ടെ.
ഇടച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് കുറേ ഉറങ്ങാനാണെന്ന്. ഇനിയിപ്പോൾ ഇതുവഴി പുറത്ത് തലയിട്ട് നോക്കുവേ. നോക്കിയോടെ ബാ. എന്താണ് ഉറക്കമില്ല. ഇനി ഇവന്മാരെ ചുണ്ടിൽ ഇങ്ങനെ പിടിച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടുപേരും സുഖമായിട്ട് കിടക്കും. അപ്പോൾ രണ്ടുപേർക്കും അറിയാം അങ്ങനെ ചെയ്താൽ ഗുഡ് നൈറ്റ് പറയാനാണെന്ന്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി ഒരു പരിപാടിയില്ല ഗൈസ്. ഇപ്പോൾ എടുത്ത ഈ വീഡിയോ എല്ലാം ഇനി എഡിറ്റ് ചെയ്ത് ഇന്ന് അപ്ലോഡ് ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് നാളെ രാവിലെ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay.